എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. ചിക്കൻ്റെ ചെസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഒരു 3-4 സ്പൂൺ അളവിൽ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 10-12 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 കഷ്ണം പട്ട, ഒരു 4 കഷ്ണം ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 5-6 വെള്ളുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു മുറി തേങ്ങയുടെ പകുതി അളവിലുള്ള തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ബ്രൗൺ നിറമായിട്ട് നമ്മളത് വറുത്തെടുക്കണം. ഞാൻ പറഞ്ഞില്ല, ഇതിൽ എല്ലാ ചേരുവകളും ഞാൻ വറുത്താണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തേങ്ങ മാത്രം വറുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അത് വറവ് കറക്റ്റായിട്ട് വന്നിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇനി ചൂടാറിയതിന് ശേഷം ഞാൻ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ വേറൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഞാൻ ഒരു 1.5 സവോള പൊടിയായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. സവോള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാനും കറിക്കും ആവശ്യമായ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു സ്വല്പം മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം ചിക്കൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് പാക്കറ്റ് മസാല. ഒരു ഫ്ലേവറിന് വേണ്ടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു കളറിനും കൂടി. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ആ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസ് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വെള്ളം അധികമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാല ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലുള്ള വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് തിളച്ച് ഒന്നുകൂടി സെറ്റായി വരണം. അപ്പോഴാ മസാലയൊക്കെ അതിലേക്ക് ചേർന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഞാൻ അതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ചിക്കനൊക്കെ അധികം ഒന്ന് വെന്ത് നല്ലതുപോലെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ലൊരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. വറുത്തരച്ച് വയ്ക്കുമ്പോൾ എല്ലാ ഐറ്റംസും ഇതുപോലെ വറുത്ത് വയ്ക്കാൻ ശ്രമിക്കണം. പിന്നെ പോരാത്ത അല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് മേലെ ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും. അല്ലേ? അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ചിക്കനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറി കഴിഞ്ഞപ്പോൾ നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലൊരു ബ്രൗൺ നിറം കളറ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതും കൂട്ടിയിട്ട് കുറച്ച് ചോറുണ്ടല്ലോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.